രാവിലെ ഇത് വെക്കണ്ടല്ലോ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്. വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് തന്നെയാണോ പരിപാടി? ഓഫ് ചെയ്തോ, പോയി ഡ്രസ് ചെയ്തോ. എന്നോട് വാ. എന്താണ് ബോറടിക്കുന്നല്ലേ? ആ എന്താണ് മൂവർ സംഘം? എന്ത് പറ്റി വെക്കേഷൻ ആയിട്ട്? വെക്കേഷൻ ഒക്കെ അല്ലേ, വീട്ടിൽ ഇരുന്നതാണെങ്കിൽ ഭയങ്കര ബോറടി. പിന്നെ വീട്ടുകാരാണെങ്കിലോ അടുത്ത വർഷത്തെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്ക്. അത് നല്ല കാര്യമല്ലേ? TV കാണാൻ സമ്മതിക്കുന്നില്ല, മൊബൈലും എടുക്കാൻ സമ്മതിക്കുന്നില്ല. TV മൊബൈൽ മാത്രമേ ഉള്ളൂ എന്റെ പൊന്നുമാക്കൊക്കെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഇതായിരിക്കും രാവിലെ PS5 കളിച്ചോണ്ട് നിർത്തുന്ന പൊക്കിയെടുത്തോണ്ട് വന്നതാ. വേറെ എന്തൊക്കെ വഴികളുണ്ട് ഇത് സ്പെൻഡ് ചെയ്യാനായിട്ട്? എടാ, ഒറിഗാമി ചെയ്യാൻ പറ്റും ഈ പേപ്പർ വെച്ചിട്ട്. അല്ലാതെ കേക്ക് ബേക്കിംഗ് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ മീൻ വളർത്തല്, അതുമല്ലെന്നുണ്ടെങ്കിൽ എന്താ ഗാർഡനിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ മറ്റേ പെയിന്റിങ്, ഡ്രോയിങ്, ക്ലേ മോഡലിങ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് ഒരു പേപ്പർ ക്രാഫ്റ്റ് വെച്ചിട്ട് തുടങ്ങാം. ക്രാഫ്റ്റ് പേപ്പർ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാനും എൻ്റെ പിള്ളേരും കൂടെ അതിനകത്തോട്ട് കയറിയത്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻസൊക്കെ നടത്തി. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് ഓരോ കളർ പേപ്പർ വെച്ച് ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുത്തു. അവർ ആ കളർ പേപ്പർ കണ്ടപ്പോഴേ എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞ് ഞാനങ്ങ് പുറത്തോട്ട് പോയി അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, കാര്യം ഇല്ലെങ്കിൽ കഥയും പറഞ്ഞുകൊണ്ടിരുന്നാലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവരെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പേപ്പർ വർക്ക്സ് ആയിരുന്നു. ലൈക്ക് സൗഹനും അതിനും ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കി, പാച്ചു ഒരു സ്പൈഡറിനെ ഉണ്ടാക്കിയത്, തന്മയാണെങ്കിലോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിളിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഞങ്ങളിത് വീട്ടിൽ ചെന്ന് ഇന്ന് തന്നെ ഞങ്ങളുടെ അച്ഛന്മാരോട് പറയും പേപ്പേഴ്സൊക്കെ മേടിച്ച് തരാനായിട്ട്, ഞങ്ങളിത് വീട്ടിലിരുന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതാണേ അവരുണ്ടാക്കിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? സൗമ്യ. ആ ഡോക്ടറെ, എന്താ പരിപാടി ഇവിടെ? കേക്ക് ഉണ്ടാക്കാൻ പോകണോ? ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നു. എൻ്റെ പിള്ളേരെയും കൂടെ ഒന്ന് കേക്ക് ഒന്ന് ഉണ്ടാക്കുന്ന കാണിക്കണേ. ബാ നമുക്ക് തുടങ്ങാം. കേക്ക് ബേക്കിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പം പിള്ളേർക്ക് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. കാര്യം അത് അടുക്കളയിലാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അലർജിക്കായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ അവരെ സംബന്ധിച്ച് അടുക്കള. കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ പോരെ ആൻറ്റി, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച കുട്ടികൾ ഫൈനലി അവർ ആ കേക്ക് ബേക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴും അതിലൊക്കെ ഉപരിയായിട്ട് സൗമ്യ അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നല്ല മനോഹരമായിട്ട് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞും കൊടുത്തു. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പിള്ളേർ എക്സൈറ്റഡ് ആയി. അതിനോടൊപ്പം ആ ഡെക്കറേഷൻ ചെയ്യുന്ന രീതികളും എല്ലാം കണ്ടപ്പോൾ ഫൈനലി സൗമ്യ ഉണ്ടാക്കിയ നല്ലൊരു വാനില കേക്കായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ഫ്ലാറ്റ്. അവർ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അവർ വീട്ടിൽ ചെന്നിട്ട് നല്ലൊരു കേക്ക് ബേക്ക് ചെയ്ത് വീട്ടിലുള്ളവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം സൗമ്യയോട് താങ്ക്സും ബായും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. വെക്കേഷൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിറ്റേന്ന് ഞാനും എൻ്റെ പടകളും ഒരു ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് സെൻറ്ററിലാണ് പോയത്. ഇത് കായംകുളത്തെ ഒരു ഫേമസ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് സെൻറ്ററാണ്. അതിൻ്റെ പ്രൊപ്പറേറ്ററാണ് നിൽക്കുന്ന രജനി ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടാണ്. കുട്ടികളെ ഒന്നും ഫോഴ്സ്ഫുള്ളി ഒന്നും വരപ്പിക്കരുത്. അവരുടെ ഉള്ളിൽ എന്താണോ കിടക്കുന്നത് അതാണ് പുറത്ത് കൊണ്ടുവരേണ്ടത്. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളാണ് രജനി. ഇതുണ്ട് കണ്ടോ, ബുക്സും പേനയും സ്കെച്ചും അതും ഇതും പെൻസിലും എല്ലാം എടുത്തു കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് വരയ്ക്കണ മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാവരും മനോഹരമായിട്ടുള്ള പടങ്ങളാണ് വരയ്ക്കുന്നത്. കണ്ടോ, നല്ല കളറും ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അവർ ആ പേപ്പേഴ്സൊക്കെ കീറി വീട്ടിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ രജനി കുറച്ച് ക്ലേ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. കണ്ട, എല്ലാം അറഞ്ചം പുറഞ്ചം കലക്കി മറിച്ചെടുത്തിട്ട് എല്ലാം ഉണ്ടാക്കാൻ പോവാണ്. എല്ലാത്തിനും എളുപ്പമുണ്ട് കേട്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതിൻ്റെ. പക്ഷേ തന്മയ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്കള്ളുണ്ടാക്കി, സൗഹൻ ഗ്രേപ്സ് ഉണ്ടാക്കി, അതിനാനും ഗ്രേപ്സ് ഉണ്ടാക്കി, പാച്ചു ഒരു വിളക്കാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ബൈ രജനി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അവർ തിരിച്ചപ്പുറത്ത് സെന്തിലിൻ്റെ അടുക്കലെത്തി. രജനിയുടെ ഹസ്ബൻഡാണ് സെന്തിൽ. പുള്ളിക്കൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു മീൻ വളർത്തൽ കേന്ദ്രമുണ്ട്. സെന്തിലിൻ്റെ കണ്ടെന്നാൽ അവർ ആ പിള്ളേർ മീൻ വളർത്തുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയതാണ്. നല്ലൊരു ലെഷർ ടൈം ആക്ടിവിറ്റി അല്ല. അവിടെ ചെന്നുള്ള മീനുകളെല്ലാം കണ്ടപ്പോൾ അവർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഞാൻ പിന്നെ ഒരുവിധം എല്ലാത്തിനെയും പിടിച്ച് കെട്ടി സെന്തിലിൻ്റെ അടുക്ക കൊടുത്തിട്ട് പറഞ്ഞു, സെന്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇവർക്ക് വെക്കേഷന് മീൻ വളർത്താൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നാണ്. സെന്തിൽ ഒരു എക്വേറിയം സെറ്റ് ചെയ്യുന്നതും മീനെ എന്നിട്ട് അതല്ലാതെ നെറ്റ് വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് അവർക്ക് ഒരു എക്വേറിയം സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. കുറേ മീനെയൊക്കെ കൊടുത്ത് സെന്തിലിനോടും ബായി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ തട്ടകമായ നീലാംബരിയിലെത്തി. എൻ്റെ ഫേവറേറ്റ് ഹോബി ഗാർഡനിങ് ആണ്. അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? ഒരു ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കുറച്ച് കല്ലൊക്കെ അതിനകത്തിടാൻ പറഞ്ഞു. അവർ പറമ്പിലൊക്കെ പോയി കല്ലൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടു. കണ്ടോ? അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മണ്ണിടാൻ സൗഹൻ ഒരു ബക്കറ്റ് മണ്ണെടുത്ത് കമത്തി അങ്ങ് ഒരുമിച്ചിട്ട് എല്ലാ പിള്ളേരും കിടന്ന് ചിരിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു അടീനിയൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പോൾ അവർക്ക് ചെടി അലർജിക്കായിട്ടുള്ള കുട്ടികളാണ്. ഇപ്പം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങളും ഗാർഡനിങ്ങിലോട്ട് തിരിയുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് ഇപ്പം വെക്കേഷൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം ആൻറ്റി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു.